നമസ്കാരം. IHM സ്പന്ദന ഹെൽത്ത് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 21, അതായത് വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആയി ലോകമെമ്പാടും ആചരിക്കുന്ന ദിവസം. എന്താണ് ഡൗൺ സിൻഡ്രോം എന്ന് നോക്കാം. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ക്രോമസോം 21ന്റെ മൂന്നാമത്തെ പകർപ്പിന്റെ പൂർണ്ണമായോ ഭാഗികമായോ ആയിട്ടുള്ള സാന്നിധ്യത്തിന്റെ ഒരു ജനിതക വൈകല്യമാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഡൗൺ സിൻഡ്രോത്തിന്റെ കുറച്ച് ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. വ്യത്യസ്തമായ മുഖ സവിശേഷതകൾ, ബുദ്ധി വൈകല്യം, അത് നേരിയതോ ഭാഗികമോ ആകാം. അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റാച്ചർ, അതായത് പൊക്കക്കുറവ്, ഹൈപ്പോട്ടോണിയ അല്ലെങ്കിൽ മസിൽസിന്റെ ടോണിസിറ്റിയിലുള്ള കുറവ്, ഡിലേഡ് മൈൽ സ്റ്റോൺസ്, അതായത് വൈകിയ വികസന നാഴികക്കല്ലുകൾ, അതുപോലെ തന്നെ കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള കുറവ്, ഹൃദയ സംബന്ധമായ തകരാറുകൾ എന്നിവയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് തൈറോയിഡ്, അതുപോലെ തന്നെ അന്നനാളത്തിലുള്ള ബുദ്ധിമുട്ടുകളും അർബുദത്തിന്റെ സാധ്യതകളും കൂടുതലാണ്. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും ഡൗൺ സിൻഡ്രോം ബാധിച്ച വ്യക്തികളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ട രീതിയിലുള്ള പിന്തുണ നൽകുന്നതിനും വേണ്ടിയാണ് ഈ ഡൗൺ സിൻഡ്രോം ഡേ മാർച്ച് 21 ആചരിക്കുന്നത്. വ്യക്തികൾക്ക് ഡോക്ടർമാർ, പ്രത്യേക അധ്യാപകർ, സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾ, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യ വിദഗ്ധർ എന്നിവരുടെ എല്ലാം പരിചരണം ആവശ്യമായി വരുന്നു. ഡൗൺ സിൻഡ്രോം ബാധിച്ച വ്യക്തികൾക്ക് മറ്റേതൊരു വ്യക്തികളെ പോലെ തന്നെയും ഏത് അസുഖത്തിനും ഹോമിയോപ്പതി ചികിത്സയുടെ പരിപൂർണമായിട്ടുള്ള ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഡൗൺ സിൻഡ്രോം ബാധിച്ച വ്യക്തികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാമൂഹിക പിന്തുണ എന്നിവ നൽകാൻ വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ആയ മാർച്ച് 21 എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്ര നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.